ഹലോ ഹായ് നമസ്കാരം. മമ്മൂക്കയും വിനായകനും തകർത്തഭിനയിച്ച കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ OTT റിലീസായിരിക്കുകയാണ്. സോണി ലിവിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും OTTയിലെങ്കിലും ഈ പടം കാണണം. അതിഗംഭീരമായ പ്രകടനങ്ങൾ കൊണ്ട് മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണിത്. ആൻഡ് ക്ലൈമാക്സിലെ അതിൻ്റെ എഡിറ്റിംഗ് ബ്രില്യൻസും അതിഗംഭീരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മുജീബ് മജീദിൻ്റെ അസാധ്യ മ്യൂസിക് എന്ന് വെച്ചാൽ ഒരു 70s 80s സമയത്തൊക്കെയുള്ള തമിഴിലെ ഏറ്റവും ഹിറ്റ് പാട്ടുകളുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല, റെപ്ലിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, അത് അതിഗംഭീരമായിട്ട് മുജീബ് മജീദ് ചെയ്തിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസ്. ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്ന് തിരക്കഥ എഴുതി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ഡിസംബർ 5-ാം തീയതിയാണ് കളങ്കാവൽ തിയേറ്ററിൽ റിലീസായത്. OTTയിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. കാരണം അതിൽ ഒരുപാട് സ്പോയിലർ എലമെൻറ്റുകൾ ഉണ്ടാവും. സ്പോയിലർ ഇല്ലാതെ പറയാനാണെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഇരിപ്പിന് കാണാൻ ശ്രമിക്കുക. കാരണം കണക്ട് ചെയ്ത് വരുന്ന പല പോയിൻറ്റ്സും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയേക്കാം. അതുമാത്രമല്ല, നല്ല സൗണ്ട് സിസ്റ്റത്തിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെഡ്ഫോൺ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ സൗണ്ടിങ് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ കൊലപാതകത്തിൻ്റെ സമയത്ത് കഴുത്തിഞ്ഞിരിക്കുമ്പോഴുള്ള സൗണ്ട് അടക്കം ഇതിൻ്റെ സൗണ്ടിൽ അവർ ചെയ്തിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. അത് മുഴുവൻ നമുക്ക് അതും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴാണ് ഈ സിനിമയിലെ നമുക്ക് അവതരിപ്പിക്കുന്ന ആ വില്ലത്തരത്തിൻ്റെ സ്കെയില് നമ്മളിലേക്ക് എത്തുക. പിന്നെ രാത്രി ദൃശ്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഗുമ്മില്ലാത്തൊരു ഡിസ്പ്ലേയിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ വരുമെന്ന് അറിയില്ല. നല്ല ഡിസ്പ്ലേയിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ഹെഡ്ഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇവരുടെയൊക്കെ പെർഫോമൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. മമ്മൂക്കയുടെ ചില സമയങ്ങളിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു സാധനം നമ്മളിലേക്ക് വരില്ല. ആൻഡ് വിനായകൻ ഈ പടം റിലീസായ സമയത്ത് ഒരുപാട് ആളുകൾ വിനായകൻ ഒരു മിസ്കാസ്റ്റ് ആയിപ്പോയി, പുള്ളി ചെയ്തതുകൊണ്ട് മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തുന്നത് കണ്ടു. ഇവരൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലീസുകാരെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് സംശയം തോന്നിപ്പോയി. വിനായകൻ ഒരു മിസ്കാസ്റ്റ് ആണെന്ന് പറയുമ്പോൾ. കാരണം ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലൊക്കെ ജോലി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥരൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊന്നും മറ്റേ ഷിറ്റ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, ഇത് കണ്ടോ, ഇതാണ് എനിക്കെന്ന് പറയുന്ന പോലത്തെ ഡയലോഗൊന്നും പറയില്ല. അവർ കൂളായിട്ട് വരും, സാധാരണ പോലെ സംസാരിക്കും. പക്ഷേ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ടിടില്ല, അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ എടുക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒത്തിരി ഇമോഷൻസും സാധനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുപോലെ അവർ എന്തെങ്കിലും അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാലും ഇങ്ങോട്ട് മാറിയിടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗ് പറയുന്ന പോലീസുകാരൊന്നുമല്ല. അത് ഈ പോലീസുകാരെ കുറിച്ച് തെറ്റായൊരു ധാരണ സിനിമകളിലൂടെ പകർന്നു കിട്ടിയതുകൊണ്ടും സിനിമ കണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പലരും പിന്നീട് സിനിമ എഴുതിയതുകൊണ്ടൊക്കെ സംഭവിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മഫ്തിയിലുള്ള പോലീസുകാരെ കാണാം, അവരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നെങ്കിൽ കാക്കി പാൻറ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബൂട്ട്, ഇതൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ചില പോലീസുകാർ മഫ്തിയിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവരെ പോലീസുകാരായിട്ടൊന്നും തോന്നില്ല, അവരുടെ ബിഹേവിയറിലും അതുണ്ടാവില്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വിനായകൻ ചെയ്തിരിക്കുന്നത് വൺ ഓഫ് എ കൈൻഡ്. അതായത് മലയാള സിനിമയിൽ ഒരു പോലീസുകാരനുണ്ട്, യഥാർത്ഥ പോലീസുകാരനെ മാർക്ക് ചെയ്യുക എന്ന് പറയുന്ന പോലെ ഗംഭീരമായിട്ടാണ്. അതിനെ പുകഴ്ത്തുന്നതിന് പകരം ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലീസ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ പോലീസുകാരെ കാണാത്തതുകൊണ്ടായിരിക്കാം, എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഗംഭീര പ്രകടനമാണ് വിനായകൻ്റെയും മമ്മൂക്കയുടെയും മാത്രമല്ല ഈ സിനിമയിൽ വന്നു പോകുന്ന ഓരോ അഭിനേതാക്കളും അഭിനേത്രിമാരും ഗംഭീരമായിട്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ നോട്ടങ്ങളിലെ പ്രണയം എല്ലാവരുടെയും നോട്ടത്തിൽ അതുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ഇവർ മരിക്കാൻ പോവാണല്ലോ എന്ന് പറയുന്ന പോലത്തെ ആ ഒരു പെയിൻ നമ്മുടെ ഉള്ളിലില്ലേ, അതുണ്ടാവുന്നത് അവരുടെ ആ പ്രണയം, അവരുടെ കണ്ണുകളിലെ പ്രണയം നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അതൊരിക്കൽ പോലും കാണാത്ത ക്രൂരനായിട്ടുള്ളൊരു വേട്ടക്കാരനായിട്ട് നമ്മൾ മമ്മൂക്കനെ കാണുന്നത്. എന്തായാലും സോണി ലിവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ. ആൻഡ് ഇനി ആ സിനിമയിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കുറേ ആളുകൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഒരു ദിവസം നടക്കുന്നതല്ല, 1 2 ചിലപ്പോൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന കുറേ കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്താണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിനായകൻ്റെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്നാൽ പോലും അതിൽ ചില ആളുകൾക്കെങ്കിലും ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇതിലെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ മമ്മൂക്ക അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, അയാളുടെ ഒരു പാസ്റ്റ്, അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അയാളുടെ യഥാർത്ഥ മോട്ടീവ് എന്താണ്, അതുപോലെ വിനായകൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ സിനിമ കണ്ട് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്പോയിലർ ആണ്
ആണ് എന്നുള്ളതുകൊണ്ട് സിനിമ കാണാത്ത ആൾ ഇനി അങ്ങോട്ട് തുടർന്ന് കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാൻലി ദാസ് എന്ന് പറയുന്ന മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ നോക്കാം. 1980-81 സമയത്ത് അയാൾ SSLCക്ക് നല്ല മാർക്ക് വാങ്ങിയതിൻ്റെ ഒരു ട്രോഫി സിനിമയിൽ ഒരു സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 1965 സ്റ്റാൻലി ദാസ് ജനിച്ചിട്ടുള്ളത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. 80-81 സമയത്താണ് ഇയാൾ SSLC പാസ്സാവുന്നെങ്കിലും 1978 ഒരു ഡയറിയിലാണ് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. ചിത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ചുവപ്പ് കളർ വെച്ച് അദ്ദേഹം വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും അയാൾ കൊന്നൊടുക്കിയിട്ടുള്ളതാണ്. പച്ച കളറിൽ അടയാളപ്പെടുത്തുന്നത് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആളുകളെയാണ്. ബ്ലാക്ക് കളറിൽ എനിക്ക് തോന്നുന്നു ലോകത്തിന് മുന്നിൽ കാണാതാക്കി എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കാം ഒരു ഡാർക്ക് കളറിൽ. അതിൽ മണി എന്ന് പറയുന്ന പോലീസുകാരൻ്റെ ചിത്രമാണ് നമ്മൾ ബ്ലാക്ക് കളറിൽ വരച്ചതായിട്ട് കാണുന്നത്. അയാൾ കൊന്ന അയാളുടെ ശവം ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷേ മമ്മൂക്കയുടെ ക്യാരക്ടർ കൊന്നിട്ടുണ്ട്. അപ്പം ലോകത്തിന് മുന്നിൽ കാണാതായത് എന്ന അർത്ഥത്തിലായിരിക്കാം കറുത്ത കളറിൽ വരച്ചിട്ടുണ്ടാവുക. ആ ഡയറിയുടെ പ്രത്യേകത നോക്കിയാൽ 78 അയാൾ ഇത് വരച്ചു തുടങ്ങി. അതായത് അയാളുടെ ഒരു 13-14 അയാൾ 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ ഈ ഡയറി അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യം വരച്ചിരിക്കുന്ന ചുവന്ന കളറിലെ ചിത്രങ്ങളൊക്കെ തന്നെയും ഈ ഓന്ത്, തവള പോലെയൊക്കെയുള്ള ജീവികളെയാണ്. അപ്പോൾ അത്തരം ജീവികളെ അയാൾ കൊന്നൊടുക്കി തുടങ്ങി. മാത്രമല്ല അയാൾ അവിടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോക്കാനാണെങ്കിൽ ഒരു 15-18 വയസ്സിനിടയിലാണ് ഇയാളുടെ ഈ വേട്ടയാടൽ പരിപാടികളൊക്കെ പുരോഗമിച്ചിട്ടുള്ളത്. ആ സമയത്ത് അയാൾ കായിക അഭ്യാസമൊക്കെ കളരിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല 81 ഒരു ക്ലാസ് ഗ്രൂപ്പ് ഫോട്ടോയുടെ ഒരു കീറിയെടുത്ത കഷ്ണം ഇയാളുടെ ഡയറിക്കകത്തുണ്ട്. അതിനോടൊപ്പം ചേർത്തിട്ട് ആ ചിത്രത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ഇയാൾ ചുവന്ന കളറിൽ വരച്ചിട്ടുണ്ട്. സോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്താണ് തൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെ അയാൾ കൊലപ്പെടുത്തുന്നത്. അതായിരിക്കാം ഒരു മനുഷ്യനെ അയാൾ ആദ്യമായിട്ട് കൊല്ലുന്നത്. ആ കൊല ചെയ്യൽ ആരാലും തെളിയിക്കപ്പെടാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഞാനൊരു ക്രൈം ചെയ്തു. ആ ക്രൈം ചെയ്ത സമയത്ത് ഞാനൊരു സന്തോഷം അനുഭവിച്ചു, പക്ഷേ എന്നെ ആർക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ സ്റ്റാൻലി ദാസ് സിനിമയിൽ നമ്മൾ ആദ്യമായിട്ട് കൊല്ലുന്നതായിട്ട് കാണുന്നത് ശ്രുതി രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, റിസ്ക് ആണ് ഇതിനകത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. കൊലപാതകം എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ആ റിസ്കി ആയിട്ടുള്ള കാര്യം ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന മൊമെൻറ്റ്, എന്നെ ആർക്കും പിടിക്കാനാവില്ല, എന്നെ ആർക്കും കീഴ്പ്പെടുത്താനാവില്ല എന്ന് പറയുന്ന ഒരു ധാരണ ഇയാളുടെ ആദ്യത്തെ കൊലപാതകത്തിൽ നിന്ന് കിട്ടി. പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ വലിയ ഗ്യാപ്പ് ഇട്ടായിരിക്കും ആദ്യത്തെ കുറേ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവുക. പക്ഷേ പിന്നീട് അയാൾ ഇരകളെ, ഈ വിനായകൻ്റെ ക്യാരക്ടർ പറയുന്ന കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ഒരാവശ്യമായിരുന്നു ഈ എലിയെ കൊല്ലുക എന്നുള്ളത്. പക്ഷേ പിന്നെ കുറച്ച് നാൾ കൂടുമ്പോൾ ഈ എലിയെ കൊന്നില്ലെങ്കിൽ എന്തോ തോന്നുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഇയാളുടെ ഉള്ളിലുണ്ടാവുകയും ഇയാൾ അതിനുവേണ്ടി പല മോഡസ് ഓപ്പറേൻ്റെയും തിരഞ്ഞെടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ശ്രുതി രാമചന്ദ്രനെ കൊല്ലുന്നത് കഴുത്ത് ഞെരിച്ചിട്ടാണെങ്കിൽ പിന്നീട് ഈ സയനൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റും എന്നുള്ള ധാരണ കിട്ടുമ്പോൾ അയാൾ ആ രീതിയിൽ കൊലപാതകങ്ങൾ നടത്താൻ തുടങ്ങുന്നു. പക്ഷേ അതിനി മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥർ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അത് ഒഴിവാക്കി ഒരു ഇഞ്ചക്ഷനിലൂടെ ആളുകളുടെ ശരീരത്തേക്ക് ഒരു മരുന്ന് എത്തിച്ച് കുറച്ച് ദിവസങ്ങൾക്കകം അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അയാൾ മാറി. ഒരുപക്ഷെ ഇനിയും വിട്ടിരുന്നെങ്കിൽ അയാൾ മറ്റൊരു രീതിയിലുള്ള കൊലപാതകമായിരിക്കും പ്ലാൻ ചെയ്യുക. സിനിമയിൽ ആദ്യത്തെ കൊലപാതകം, ശ്രുതി രാമചന്ദ്രൻ്റെ കൊലപാതകം നമ്മളെ കാണിക്കുന്നത് 2005 സോ അതിനു മുമ്പ് എത്രയോ പെൺകുട്ടികളെ അയാൾ കൊന്നിട്ടുണ്ടാവാം, കഴുത്ത് ഞെരിച്ചിട്ടാവാം, കുത്തിക്കൊലപ്പെടുത്തിയതാവാം, ശ്വാസം മുട്ടിച്ചാവാം, അത് പല രീതിയിലും ആയിരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷം 2012 കോട്ടായി കോണത്തുണ്ടാവുന്ന ഒരു അടിപിടി കേസ്, ചെറുപ്പക്കാർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നുള്ള രീതിയിലാണ് വിനായകൻ്റെ ക്യാരക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നത്. രണ്ട് യുവാക്കൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും അതൊരു മതസ്പർദ്ധയായി വളരാനും ഒരു ലഹളയായി മാറാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ അന്വേഷണം അവിടെ ആവശ്യമായിരുന്നു. പക്ഷേ അവിടെ കാണാതായിരിക്കുന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് ഈ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു നമ്പറിൽ നിന്നാണെന്നും ആ നമ്പറിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് പോയപ്പോൾ നമ്പർ അയാളുടെ പേരിലാണെങ്കിലും അത് ഉപയോഗിച്ചിരുന്നത് മറ്റൊരു പെൺകുട്ടിയാണെന്നും ആ പെൺകുട്ടിയും ഒളിച്ചോടി പോയിരിക്കുകയാണ് എന്നൊരു ധാരണ വിനായകൻ്റെ ക്യാരക്ടറിന് കിട്ടുന്നത്. പിന്നീട് അയാൾ പിന്നോട്ട് ഇതിൻ്റെ ഒരു സോഴ്സ് അന്വേഷിച്ച് പോകുന്തോറും പെൺകുട്ടികളൊക്കെയും ഇങ്ങനെ ഒളിച്ചോടി പോയ ആളുകളാണ് എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് എത്തുന്നു. ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്നാണെങ്കിൽ അടുത്തത് തമിഴ്നാട്ടിൽ നിന്ന് എന്നുള്ള ഓർഡറിൽ അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു സെക്സ് റാക്കറ്റിനോ വേണ്ടി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ് എന്നൊരു ധാരണയിലാണ് വിനായകൻ്റെ ക്യാരക്ടർ എത്തുന്നത്. സ്വാഭാവികമായും കേരള തമിഴ്നാട് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ തമിഴ്നാട് പോലീസിൻ്റെയും അസിസ്റ്റൻസ് ആവശ്യമാണ്.
അങ്ങനെ ഒരു അസിസ്റ്റൻസിൻ്റെ ആവശ്യം വരുന്ന സമയത്താണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ഈ കേസിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡെപ്യൂട്ടേഷനിൽ പോയി തിരിച്ചെത്തിയ ഒരു പോലീസുകാരൻ സ്റ്റാൻലി ദാസ്, മമ്മൂക്ക അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം എന്ന് അങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നത്. വിനായകൻ്റെ ക്യാരക്ടർ ജയകൃഷ്ണൻ ഈ കേസ് അന്വേഷിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്ത് സ്റ്റാൻലി ദാസിൻ്റെ ടാർഗറ്റുകൾ എന്ന് പറയുന്നത് വിധവകൾ, വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാതെ പോകുന്ന ആളുകൾ, ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പായിരുന്നു. ആ ടാർഗറ്റ് ഗ്രൂപ്പിലുള്ള ആളുകളെ കണ്ടെത്താൻ അയാൾ ഉപയോഗിച്ചിരുന്ന മാർഗ്ഗം നേരെ ബ്രോക്കർമാരെ ചെന്ന് സമീപിക്കുക എന്നുള്ളതായിരുന്നു. അവരുടെ കയ്യിൽ അത്തരത്തിലുള്ള കോൺടാക്റ്റുകളൊക്കെ സംഘടിപ്പിച്ച് അക്കൂട്ടത്തിൽ നിന്ന് തനിക്ക് പറ്റിയ ഇരകളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അവിടെയും സ്റ്റാൻലി ദാസ് ഉറപ്പാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്ത് വലിയ പിടിപാടുകളില്ലാത്ത, അല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നമായാലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിൻ്റെ പുറകെ അന്വേഷിച്ച് വരിക എന്ന് പറയുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ ഈവൻ അങ്ങനെ അവൾ ഒളിച്ചോടി പോകുന്നെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ എന്ന് കരുതുന്ന, വീട്ടുകാരൊരു ബാധ്യതയായി കരുതുന്ന ഈ പറയുന്ന ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന പെൺകുട്ടിയാണെങ്കിൽ റിസ്ക് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഓരോ ഇരകളുടെ അടുത്തും അയാൾ ഓരോ പേരുകളാണ് പറയുക, ഓരോ ജോലികളാണ് പറയുക, പല രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ തനിക്ക് പറ്റുന്നൊരു ഇരയെ കിട്ടിയാൽ അവർക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷേ കൊച്ചുകുട്ടികളുള്ള സ്ത്രീകളെ പോലും കൊല്ലുന്ന സമയത്ത് അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഇമോഷൻസും സ്റ്റാൻലി ദാസിലില്ല. അയാളെ സംബന്ധിച്ച് ഒരു ഇരയെ കണ്ടെത്തുക, അവളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക, അതിനുശേഷം അവളെ കൊല്ലുക. ശ്രുതി രാമചന്ദ്രൻ്റെ ക്യാരക്ടറിനോട് പറയുന്ന പോലെ ഒരു കൊതുകിനെ കൊല്ലുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും, അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ജീവിയെ കൊല്ലുമ്പോൾ ചെറിയൊരു ത്രില്ല് കിട്ടും, ഒരു എലിയെ കൊല്ലുമ്പോൾ ഒരു ത്രില്ല് കിട്ടും. പക്ഷെ ഒരു പാമ്പിനെ കൊല്ലുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം കിട്ടും. അങ്ങനെ ഈ വലിപ്പം കൂടി പല ജീവികളെ ആക്രമിക്കുക, കൊല്ലുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ പോയിട്ട് അയാൾക്ക് ഏറ്റവും കൂടുതൽ ത്രില്ല് കിട്ടിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത് ഒരു മനുഷ്യനെ കൊല്ലുന്ന സമയത്താണ്. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അന്വേഷണങ്ങളും കൂടി വരുമല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതും അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഓരോ ലൂപ്പ് ഹോളുകളും ഉണ്ടാക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അന്വേഷണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്യുക, ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സും ഡീറ്റെയിൽസും ഉപയോഗിക്കുക, ഒരിക്കൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, തൻ്റെ നമ്പർ ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെ പരമാവധി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് താനൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന, റിസ്ക് എടുത്ത് ഈ കാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാൾ എന്ന് പറയുന്നൊരു ത്രില്ല് അയാൾ അനുഭവിച്ചിരിക്കണം. ആ കോൺഫിഡൻസ് ഒക്കെ നുണഞ്ഞ് ആവശ്യത്തിന് ഇരകളെയൊക്കെ കിട്ടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ തന്നെ ക്ലൈമാക്സിൽ പറയുന്ന വാക്ക് വിശപ്പെന്നാണ്. അപ്പോൾ ആ വിശപ്പൊക്കെ ഒന്ന് അടങ്ങി സ്റ്റാൻലി ദാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ജയകൃഷ്ണൻ്റെ കടന്നുവരവ് ഉണ്ടാകുന്നത്. ജയകൃഷ്ണൻ്റെ ആദ്യത്തെ അന്വേഷണ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്ന സ്റ്റാൻലി ദാസിന് ഇവർ വേറെ ഏതോ വഴിക്കാണ് പോകുന്നതെന്നൊരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ജയകൃഷ്ണൻ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. സ്റ്റാൻലിയുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന മൊബൈൽ ഫോണാണ് അയാളിലേക്ക് എത്താനുള്ള മാർഗം എന്ന് തിരിച്ചറിയുമ്പോൾ സ്റ്റാൻലി ആ മൊബൈൽ ഫോൺ പൊട്ടിച്ചു കളയുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഈ പെൺകുട്ടികളൊക്കെ കാണാതായിരിക്കുന്ന അതേ സമയങ്ങളിൽ തന്നെ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം അതത് സ്ഥലങ്ങളിൽ നിന്ന് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഡെഡ് ബോഡികൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ക്ലൂവിലേക്ക് അവരെത്തുന്നത്. അവരുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ പെൺകുട്ടികളൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ധാരണ ജയകൃഷ്ണന് കിട്ടുമ്പോൾ ഇവിടെ ഒരു സീരിയൽ കില്ലറിനെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം അവർ വിചാരിച്ചിരുന്നത് ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്നാണ്. പക്ഷേ ഇവിടെ സ്റ്റാൻലിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നു. ഇതൊക്കെയും, അതായത് എന്തിന് ചെയ്തു, എങ്ങനെ ചെയ്തു, ആര് ചെയ്തു, എപ്പോൾ ചെയ്തു, ഇതൊക്കെ പ്രതിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള വഴികളാണ്. ഇതിനിടയിലാണ് ഈ അൺഐഡന്റിഫൈഡ് ബോഡികൾ കിട്ടുമ്പോൾ സ്വാഭാവികമായും ആ ബോഡികളുടെ കൂടെ കിട്ടിയിട്ടുള്ള ഓരോ വസ്തുക്കളും ഇവർ തെളിവായിട്ട് സൂക്ഷിച്ചു വെക്കുമല്ലോ. ആ തെളിവുകളുടെ കൂട്ടത്തിൽ നിന്നാണ് സ്റ്റാൻലിയിലേക്ക് നീളാൻ സാധ്യതയുള്ള മറ്റൊരു തെളിവ് കിട്ടി എന്ന് സ്റ്റാൻലി മനസ്സിലാക്കുന്നത്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെയിം പ്ലേറ്റിനോട് അറ്റാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സേഫ്റ്റി പിന്നും, വലിയ സേഫ്റ്റി പിന്നും ഒരു കാക്കി ഷർട്ടിൻ്റെ നൂലുമായിരുന്നു. ഇത് മനസ്സിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഇത് എത്തും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സ്റ്റാൻലി തൻ്റെ കയ്യിലുള്ള ഒരു തെളിവ് ഫോൺ തൻ്റെ സെയിം ക്വാർട്ടേഴ്സിൽ തന്നെ താമസിക്കുന്ന, എന്ന് വെച്ചാൽ പോലീസുകാരുടെ 1-2 നിലയുള്ള ആ ബിൽഡിങ്ങിൽ തൻ്റെ കൂടെ തന്നെ താമസിക്കുന്ന മണി എന്ന് പറയുന്ന സഹപ്രവർത്തകൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് മൊബൈൽ ഫോണുകൾ ഒരു പെർട്ടിക്കുലർ ഷോപ്പിലേക്ക് ഷിപ്പ് ചെയ്തിട്ടുള്ളതാണെന്നുള്ള കണ്ടെത്തൽ സൈബർ സെല്ലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ആ ഷോപ്പിൽ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് മണിയും അതുപോലെ നമ്മുടെ സ്റ്റാൻലി ദാസും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ പരിധിയിലാണ് ഈ കട വരുന്നതെന്നും ആ പോലീസുകാരാണ് ഈ കടയിൽ നിന്നുള്ള കുറച്ച് ഫോണുകൾ സീസ് ചെയ്തതിന് ശേഷം കുറച്ച് കയ്യിൽ വെച്ചിട്ട് ബാക്കി കടയിൽ വിട്ടുകൊടുത്തതെന്ന് മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ വെച്ചിരുന്ന മൊബൈൽ ഫോണുകളിൽ നിന്നാണ് ഈ
ഇരകൾക്ക് ഫോൺ കോൾ പോയിട്ടുള്ളതെന്നുള്ളൊരു ധാരണയും കൂടി കിട്ടുമ്പോൾ ഉറപ്പായിട്ടും സ്റ്റാൻലിയിലേക്ക് അന്വേഷണം വരേണ്ടതാണ്. പക്ഷേ അയാൾ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മണിയുടെ വീട്ടിൽ ഫോൺ ഓണാക്കി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും പോലീസ് അവിടെ അന്വേഷിച്ചെത്തും, അവരവിടെ അന്വേഷിച്ചെത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് തന്നെ ഈ പോലീസുകാരുടെ കയ്യിൽ മണിയെ കിട്ടിക്കഴിഞ്ഞാലും കൂടുതൽ തെളിവുകളാവും എന്നുള്ളതുകൊണ്ട് മണിയെ അയാൾ വിളിച്ചു വരുത്തി മറ്റൊരു സ്ഥലത്ത് വെച്ച് കൊല്ലുകയും ആ മൃതദേഹം ഒളിപ്പിക്കുകയും ചെയ്തിരിക്കാം. എന്തായാലും പോലീസിന് തന്നെ മോഡ് ഓഫ് ഓപ്പറേഷനൊക്കെ മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്ന സ്റ്റാൻലി ദാസ് തൻ്റെ കയ്യിലുള്ള സയനൈഡ് അടക്കമുള്ള കാര്യങ്ങൾ കുഴിച്ചിട്ട് തെളിവുകളെല്ലാം ഒഴിവാക്കുകയാണ്. എന്തായാലും മണിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ട് വിനായകൻ്റെ ക്യാരക്ടർ ഈ കേസ് കൈവിടുന്നുണ്ടായില്ല. അതായത് പ്രതിയെ നമുക്ക് ഇന്ന ആളാണെന്ന് മനസ്സിലായല്ലോ, ഇനി വേണമെങ്കിൽ കേസ് മറ്റുദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുക്കാം എന്നുള്ള രീതിയിൽ ആലോചിക്കാമായിരുന്നു. പക്ഷേ വിനായകൻ്റെ ക്യാരക്ടർ ആ കേസ് വിടുന്നില്ല. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, വിനായകൻ്റെ ക്യാരക്ടറിന് ഈ കേസിൽ തന്നെ നിൽക്കണം. കാരണം അയാൾ നത്താണ്. അയാളെ പറ്റിച്ച് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പുറം ലോകത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നത്ത് കാത്തു നിന്ന് പിടിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ തെളിവ് നശിപ്പിച്ച് അവരെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നത്തിന് ഈ കേസ് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. എന്നെ പറ്റിച്ച് അത്ര ബ്രില്യൻ്റായിട്ട് ഒരുത്തം പോയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തീർത്തിരിക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അവിടെയുണ്ട്. 2, ഈ പ്രതിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, സ്റ്റാൻലി ദാസിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇത് ജയകൃഷ്ണൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ അയാൾ പറയുന്നുണ്ട്, എടോ ഞാനായിരുന്നെങ്കിലും അതിൻ്റെ പുറകെ പിന്നെ പോയില്ലായിരുന്നു എന്ന്. കാരണം ഈ പ്രതി എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ചിന്തിക്കാൻ ഇയാൾക്കും പറ്റുന്നുണ്ട്. കാരണം ഈ കൊല്ലുക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അത്തരം ഒരു സിറ്റുവേഷനിലൂടെ ഇയാൾ കടന്നു പോയതിനെക്കുറിച്ച് മേലുദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്. മാത്രമല്ല തന്നെ പറ്റിച്ചു പോകുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് അയാൾക്കും എവിടെയൊക്കെയോ ഹരമായിരിക്കണം. സോ ഇവിടെ സ്റ്റാൻലി ദാസിൻ്റെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് അയാൾ ഒരാളെ അയാളുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ച ശേഷം കൊല ചെയ്യുകയാണ്. പക്ഷേ ആ കൊലക്കുറ്റമോ അന്വേഷണമോ തനിക്ക് നേരെ വരുന്നില്ല എന്നുള്ളത് കണ്ടിട്ടാണ് അയാളൊരു ആനന്ദം അനുഭവിക്കുന്നത്. സോ പിടിക്കപ്പെടില്ല എന്നുള്ളത് അയാൾക്ക് ഹൈ കൊടുക്കുന്നതാണ്. സ്വാഭാവികമായും അയാൾ അടുത്ത ക്രൈം ചെയ്യും. അപ്പോൾ ആ ഹൈ കൂടുതൽ അനുഭവിക്കുക. ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പോലെ ഓരോ തവണയും ഇതിൻ്റെ കൂടുതൽ ഹൈ അനുഭവിക്കുക എന്നുള്ളതാണ് ഈ ക്രിമിനൽസിൻ്റെ ഒരു സൈക്കോളജി. എന്തായാലും സയനൈഡിൻ്റെ പരിപാടി ലോക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്റ്റാൻലി ദാസിന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നത്. അമേരിക്കൻ റഷ്യൻ വാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ കെമിക്കൽ വാർ എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അയാളൊരു റിട്ടയർഡ് ഫോറൻസിക് സർജനെ ഒരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ച് ഇങ്ങനെ ഒരു കെമിക്കൽ ഫോം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു. ഡിജിറ്റാലിസ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. അത് ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ ചെറിയ അളവിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ആൾ മരിക്കുകയും ചെയ്യും. കൂടിയ അളവിലാണെങ്കിൽ ആൾ ചിലപ്പോൾ സ്പോട്ട് ഡെഡ് ആവാനും സാധ്യതയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു ചെടിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഫോറൻസിക് സർജൻ സ്റ്റാൻലി ദാസിന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് അയാൾ ഉപയോഗിക്കുന്ന മാർഗം അതാണ്. ആദ്യകാലങ്ങളിൽ സ്റ്റാൻലി ദാസിൻ്റെ ഒരു രീതി, ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ട ശേഷം നമുക്കൊരുമിച്ച് ജീവിക്കാം, നീ വീട് വിട്ട് ഇറങ്ങി പോന്നോളൂ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ പെൺകുട്ടിയുമായി പോയി താലി കെട്ടുന്നു. താലി കെട്ടിയ ശേഷം ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നു. സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം ഒരു പില്ല് കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഈ സയനൈഡിൻ്റെ പരിപാടി ഉപേക്ഷിച്ച ശേഷം അയാൾക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇയാളെ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആളുകൾ മരിച്ചാൽ, അതിലൊരു കൊലപാതകത്തിൻ്റെ സംശയം വന്നാൽ അന്വേഷണം തന്നിലേക്ക് വരും എന്നൊരു ധാരണ കിട്ടി. അപ്പോൾ ഒരു കൊലപാതകമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒരു സ്വാഭാവിക മരണകാരണമാണല്ലോ. അങ്ങനെ വരുമ്പോൾ തന്നിലേക്ക് അന്വേഷണം വരില്ല എന്ന് മനസ്സിലാക്കിയ സ്റ്റാൻലി ദാസ് ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന സ്ത്രീകളെ കൂടി അയാൾ തൻ്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹോട്ടലിൽ നമ്മൾ മുറിയെടുക്കുന്നു, അതിനുശേഷം നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്നൊരു ഐഡിയ ആണ് അവർക്ക് കൊടുക്കുന്നത്. സ്വാഭാവികമായും അയാളുടെ ഇംഗിതത്തിന് ഉപയോഗിക്കുന്നു. അതിനുശേഷം മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നു. 2-3 ദിവസത്തിനുള്ളിൽ അയാളുടെ ഇര കൊല്ലപ്പെടുന്നു. പക്ഷേ കൊലപാതകമാണെന്ന് ആർക്കും സംശയം തോന്നുന്നില്ല. അപ്പോഴും അയാൾ തൻ്റെ ആവശ്യത്തിന് ആളുകൾ ഉപയോഗിക്കുന്നു, അതിനുശേഷം അവരെ വകവരുത്തുന്നു. പക്ഷേ തന്നെ ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഹൈ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന പോലെ തന്നെ തൻ്റെ ഇര കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പത്രത്തിൽ നോക്കി ഉറപ്പുവരുത്തുകയാണ്. പക്ഷേ അവിടെയും അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഈ പെർട്ടിക്കുലർ കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഇയാളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഓണാക്കുന്നുണ്ട്. അത് ഓണാക്കി തൻ്റെ ഫോണിലേക്ക് അവരൊരു വട്ടം വിളിക്കുന്നുണ്ട്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്നാണ് വിനായകൻ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണൻ്റെ സംശയങ്ങൾ കറക്റ്റ് ആവുന്നത്. അവൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ അവൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ശക്തമായി അവൻ ഇരകളെ കണ്ടെത്തുന്നുണ്ട്, അവരെ വകവരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം. സോ കേസ് വീണ്ടും സ്ട്രോങ് ആയിട്ട് ഓപ്പൺ ആവുകയാണ്. ഇവരാദ്യം ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിനായകൻ്റെ ക്യാരക്ടർ ജയകൃഷ്ണൻ വിട്ടുപോയ ഒരു ലൂസൻ്റാണ് ഉണ്ടായിരുന്നത്. അത് തൻ്റെ ഒപ്പമുള്ള ഒരു പോലീസുകാരൻ്റെ സംസാരത്തിൽ നിന്നാണ് അയാൾക്ക് കിട്ടുന്നത്. ഇവരൊക്കെ കേസുമായിട്ട് വരുമോ സാറേ, അവർ പെൺകുട്ടികളുടെ മാനത്തിൻ്റെ പ്രശ്നമല്ലേ, അഭിമാന പ്രശ്നമല്ലേ എന്ന് ചോദിക്കുമ്പോൾ
അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റവും ആദ്യം ഈ കേസ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഫോൺ നമ്പറിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ച് ഈ അന്വേഷണം സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയ മൊബൈൽ ഫോണിലെ സിമ്മാണ് എന്നാണ് അവരന്ന് മൊഴി കൊടുത്തിരുന്നത്. പക്ഷേ ആ ഫോണിൻ്റെയും സിമ്മിൻ്റെയും പുറകെ അന്വേഷിച്ച് പോയി ആ കുടുംബത്ത് പെൺകുട്ടികളുണ്ടോ, ആ കുട്ടി എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവിടെയും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർ കൃത്യമായി വീണ്ടും അതേ വീട്ടിലേക്ക് ചെല്ലുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് രജിഷ വിജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് ഈ കേസ് അന്വേഷണം എത്തുന്നത്. ദിവ്യ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ദിവ്യയെയും സ്റ്റാൻലി ദാസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രണയത്തിലായിരുന്നു, അവർ തമ്മിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുണ്ട്. പക്ഷേ അയാൾ കൊടുത്ത ആ പില്ല് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞുങ്ങളുണ്ടായാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം എങ്ങനെ നോക്കും എന്നുള്ളതാണ് സ്റ്റാൻലി പറഞ്ഞിരുന്നെങ്കിൽ ദിവ്യയുടെ കയ്യിൽ അമ്മയുടെ പെൻഷൻ കാശോ അങ്ങനെ എന്തോ വന്നിട്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പില്ലെന്തിനാ കഴിക്കുന്നത് എന്ന് വിചാരിച്ച് അവളത് ഒഴിവാക്കി. അതുകൊണ്ട് മാത്രം അവൾ ജീവനോടെ ഇരിക്കുന്നു. പക്ഷേ ആ കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് സ്റ്റാൻലി ദാസ് അവളുടെ ഫോണും ബാഗുമായി കടന്നു കളഞ്ഞതുകൊണ്ട്, കാരണം അവൾ ആരാണ് എന്നുള്ള തെളിവുകൾ അവശേഷിപ്പിക്കാതെ പോയാലാണ് അവളൊരു അജ്ഞാത മൃതശരീരമായിട്ടിരിക്കുള്ളൂ. അപ്പോഴാണ് ഇയാൾ സേഫ് ആയിട്ടിരിക്കുക. അങ്ങനെ ബാഗും കാര്യങ്ങളായിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അവളെ വീട്ടുകാർ വേഗം പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. സ്റ്റാൻലി ദാസ് എന്തായാലും 2-3 ദിവസത്തിന് ശേഷം അവിടുത്തെ പത്രങ്ങളൊക്കെ അരിച്ചു പെറുക്കി നോക്കിയിട്ടും ദിവ്യയുടെ മൃതശരീരം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് സ്റ്റാൻലിക്ക് അറിയാം ദിവ്യ രക്ഷപ്പെട്ടിട്ടുണ്ടാവുന്നു. എന്തായാലും പോലീസുകാർ ദിവ്യയുടെ അടുത്ത് അന്വേഷണമായിട്ട് ചെല്ലുന്നുണ്ട്. ഈ വിവരം ജയകൃഷ്ണൻ സ്റ്റാൻലിയെ അറിയിക്കുന്നുണ്ട്. അവർ തമ്മിൽ അപ്പോഴും ഈ തമിഴ്നാട് അതിർത്തിയിലേക്ക് ഇയാൾ പ്രവേശിക്കുന്ന സമയങ്ങളിലൊക്കെ സ്റ്റാൻലിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവർ തമ്മിൽ ഇടയ്ക്കുള്ള കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദിവ്യയ്ക്ക് മണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മണി അല്ല ശരിക്കുള്ള കില്ലർ എന്നുള്ള കാര്യം ജയകൃഷ്ണനും കൂടെയുള്ള പോലീസുകാരനും മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദിവ്യയ്ക്ക് അയാളുടെ പടം വരയ്ക്കാമല്ലോ, അങ്ങനെ വളരെ ഈസി ആയിട്ട് ഇത് ക്ലോസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് സ്കെച്ച് ആർട്ടിസ്റ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞ് ജയകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ സ്റ്റാൻലി ആ വീട്ടിലേക്ക് ചെല്ലുകയും ദിവ്യയെ ഭീഷണിപ്പെടുത്തുകയും ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് ജയകൃഷ്ണനോട് പറയുകയും ചെയ്യുന്നു. പക്ഷേ ജയകൃഷ്ണൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. കുറച്ച് നാളുകളോളം ഇവളെ ബസ്സിൽ ഫോളോ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ബസ് കണ്ടക്ടർ എങ്ങാനും ഓർത്തിരിക്കുന്നുണ്ടാവുമോ എന്നറിയാൻ വേണ്ടി കണ്ടക്ടറെ അടുത്ത് ചെല്ലുകയും കണ്ടക്ടർ ഈ ആളെ ഓർത്തിരിക്കുകയും അയാളുടെ ചിത്രം വരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടക്ടർ ഇയാളെ ഓർക്കുന്നുണ്ട് എന്നുള്ള വിവരം ജയകൃഷ്ണനിൽ നിന്ന് അറിയുമ്പോൾ തന്നെ സ്റ്റാൻലി അവരെയൊക്കെ വകവരുത്താൻ പാകത്തിന് തോക്കുമെടുത്താണ് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലുന്നത്. പക്ഷേ സ്റ്റാൻലി എത്തുന്നതിന് മുമ്പേ സ്റ്റാൻലിയുടെ ചിത്രം അവർ വരയ്ക്കുകയും സ്റ്റാൻലിയെ ഇത് അറിയിക്കരുത് എന്ന് അവർ ഒരുമിച്ച് മിക്കവാറും ജയകൃഷ്ണൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും അവനെ ഇത് അറിയിക്കരുത്, നമുക്ക് തെളിവുകൾ ആവശ്യമാണെന്ന്. അങ്ങനെ സ്റ്റാൻലിക്ക് മറ്റൊരു ചിത്രം കാണിച്ചു കൊടുക്കുകയും സ്റ്റാൻലി അതുമായിട്ട് അപ്പം ഞാനല്ലല്ലേ എന്ന് പറയുന്നൊരു കോൺഫിഡൻസോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അയാളുടെ ചിത്രം തമിഴ്നാട്ടിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഫാക്സ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ മുഴുവൻ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഇയാളെ കണ്ടു കിട്ടിയാൽ വിവരം അറിയിക്കുക എന്ന് പറയുന്ന പോസ്റ്റർ പതിക്കുന്നത്. പക്ഷേ ജയകൃഷ്ണൻ തനിക്ക് കിട്ടിയ ഈ ചിത്രവുമായിട്ട് സ്റ്റാൻലിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി സ്റ്റാൻലിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അവർ തിരിച്ച് പോകുന്ന സമയത്ത് ആ 2 പോലീസുകാരും കൂടി സംസാരിക്കുമ്പോൾ നമുക്ക് മണിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവനുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ദാസിൻ്റെ സീക്രട്ട് ഹൈഡിങ് സ്പേസിലേക്ക് അവർ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് ഈ ഡയറി ഇയാൾ കണ്ടെടുക്കുന്നുണ്ട്. ആ ഡയറി മറിച്ച് നോക്കുമ്പോഴാണ് തന്നെയും കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പച്ച കളറിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ താൻ രക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കിയതോ ആണ് എന്ന് പറയുന്നൊരു കാര്യം ജയകൃഷ്ണൻ മനസ്സിലാക്കുന്നത്. ജയകൃഷ്ണന് തന്നേക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രിമിനലുകൾ അങ്ങനെ അങ്ങ് വെറുതെ പോകരുത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് അതേ ഡയറിയിൽ തന്നെ സ്റ്റാൻലിയുടെ ചിത്രം അയാൾ ചുവന്ന മഷിപ്പേന വെച്ച് വരച്ച് അതൊരു പേജായിട്ട് കീറിയെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അങ്ങനെ കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചത് സ്റ്റാൻലി ദാസിൻ്റെ പടം വെച്ചിട്ടാണ്. ഇയാളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സ്റ്റാൻലി കേരളത്തിൽ ഒരു ലോഡ്ജിലേക്ക് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും ആ ലോഡ്ജിൽ വർക്ക് ചെയ്യുന്ന പയ്യൻ സ്റ്റാൻലിയെ തിരിച്ചറിയുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിൽ ഗായത്രി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, അവരെ ആദ്യം സ്റ്റാൻലി ചെന്ന് കാണുന്നതായിട്ട് സിനിമയിൽ കാണിക്കുന്ന ഓരോ ഷോട്ടിലും അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. കോൺഫിഡൻ്റ് ഇൻ ദ സെൻസ് അവർക്ക് പേടിയൊന്നുമില്ലായിരുന്നു. നല്ലൊരു ജീവിതം കിട്ടാൻ പോവുകയാണോ എന്ന് പറയുന്നൊരു ആശങ്കയുണ്ട്. എന്നാൽ അതേസമയം താൻ എന്തോ പുതിയ കാര്യം ചെയ്യാൻ പോകുന്നതിൽ ഒരു സന്തോഷവും അവർക്കുണ്ടായിരുന്നു. തൻ്റെ മകളോട് നൈറ്റ് ഡ്യൂട്ടി ആണ് എന്ന് പറയുന്ന സമയത്തും അവർ ഒരു അപകടത്തിലേക്കാണ് അല്ലെങ്കിൽ അപകട സാധ്യതയുള്ളൊരു കാര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നൊരു പേടിയിലേക്ക് അവർ എത്തിയിട്ടില്ല. സോ സ്വാഭാവികമായും അവരതുവരെ അറിഞ്ഞിട്ടില്ല. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഗായത്രി സുരേഷിൻ്റെ ക്യാരക്ടറിന് ഇത് അറിയാമായിരുന്നോ, എപ്പം മുതലാണ് അറിയുക എന്നുള്ളത്. ആദ്യ സമയങ്ങളിലൊന്നും, എസ്പെഷ്യലി ഏറ്റവും ലാസ്റ്റ് കുഞ്ഞിനോട് അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് പറയുന്ന സമയത്ത് പോലും താൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളൊരു എക്സ്പ്രഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും അവർക്ക് പേടിയില്ലായിരുന്നു. എന്നാൽ
ഇവർ ലോഡ്ജിലേക്ക് സ്റ്റാൻലിയോടൊപ്പം കയറുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തം ബ്ലോക്കായിപ്പോയി, നീ ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചു എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഗായത്രിയുടെ ക്യാരക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റാൻലിയുടെ അടുത്ത് എത്താൻ വേണ്ടിയിരുന്നൊരു സമയമുണ്ട്. അതിനേക്കാൾ കൂടുതൽ സമയം അവരെടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻലിയുടെ അടുത്ത് എത്താൻ വേണ്ടി. അത്രയും സമയം സ്റ്റാൻലി വിളിക്കുമ്പോഴൊന്നും അവരെ കിട്ടിയിട്ടുമില്ല. ആൻഡ് അവർ ആ ലോഡ്ജിനകത്തേക്ക് കയറി അവിടെ റിസപ്ഷനിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് ID കാർഡ് ഇല്ലാതെ റൂമിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ, അവിടെ മുമ്പുണ്ടായിരുന്ന പയ്യൻ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അവൻ ID കാർഡ് വേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് സ്റ്റാൻലി വാദിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അവിടെ നിന്നിട്ടുള്ള പിന്നീട് പോലീസുകാരനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഹോട്ടലിലെ സ്റ്റാഫ് അയാൾ ID കാർഡ് വേണം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവ് സൃഷ്ടിക്കലും കൂടി സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് സ്റ്റാൻലിയുടെ ഒരു കേസിലും ഇവർക്ക് സാക്ഷിയില്ല, തെളിവുകളില്ല. സ്റ്റാൻലി അത് ചോദിക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ജയകൃഷ്ണനോട് ചോദിക്കുന്ന, സാറേ അവനെ പൂട്ടാനുള്ള തെളിവും സാക്ഷിയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ജയകൃഷ്ണൻ ഒന്ന് തളരുന്നുമുണ്ട്. മാത്രമല്ല ജയകൃഷ്ണനെ പറ്റിച്ച് മുങ്ങിയിട്ടുള്ള പിന്നീട് അയാൾ കൊന്നിട്ടുള്ള എല്ലാ ആൾക്കാരുടെ കേസിലും സാക്ഷിയും തെളിവുകളും ഒന്നും കൃത്യമായിട്ട് കിട്ടിയില്ല. പിന്നെ ജയകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, എല്ലാ കേസിലും നമുക്ക് എല്ലാ തെളിവൊന്നും ആവശ്യമില്ലാന്ന്. കാരണം നീതി ഞാനായിട്ട് നടപ്പാക്കുമെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അയാൾക്കുണ്ട്. നീതി എന്നുള്ളതിനേക്കാൾ കൂടുതൽ തോൽക്കാൻ ഒരു മനസ്സുമില്ലാത്ത, തന്നെ തോൽപ്പിക്കുന്ന എന്തിനേയും തീർക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് വിനായകൻ അവതരിപ്പിച്ച ജയകൃഷ്ണനെ വേണമെങ്കിൽ കാണാം. കാരണം അയാൾ വീട്ടിൽ സ്വന്തം മകളുമായിട്ട് പഞ്ച പിടിക്കുന്ന സമയത്ത് മകൾ പഞ്ച പിടിച്ചു, അച്ഛൻ അവളെ തോൽപ്പിച്ചു, ഞാൻ അച്ഛൻ്റെ അത്രയും വലുതായതിനു ശേഷം അച്ഛനെ തോൽപ്പിക്കും എന്ന് പറയുമ്പോഴാണ് അയാൾ പെട്ടെന്ന് ചിന്താനിമഗ്നനായി മാറുന്നത്. നമ്മളത് കാണുമ്പോൾ വിചാരിക്കും മകൾ വലുതായതിനു ശേഷം അവൾക്കും ഇയാളെപ്പോലെ ഒരാളിൽ നിന്നൊരു അപകടം ഉണ്ടായല്ലോ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ ഇമോഷൻസ് ആണെന്ന്. പക്ഷേ അതല്ല, അച്ഛനെ തോൽപ്പിക്കും എന്ന് പറയുന്നൊരു ആ കീവേഡാണ് അയാളെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. എന്നെ തോൽപ്പിക്കുക, എന്നെ മണ്ടനാക്കി കടന്നു കളയുക എന്ന് പറയുന്നതൊന്നും അയാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. സ്റ്റാൻലിയോട് അയാൾ പറയുന്നുണ്ട്, അങ്ങനെ എന്നെ തോൽപ്പിച്ച് കടന്നു കളയാൻ പോയ അവരെയൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട്, തിന്നിട്ടുണ്ട്, നിന്നെ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും തെളിവുകൾ, ഇയാൾ അഥവാ കീഴടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ തെളിവുകളും സാക്ഷികളും ആവശ്യമാണല്ലോ. അതാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഗായത്രിയുടെ ക്യാരക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റാൻലിയുടെ അടുത്ത് എത്തുന്ന അത്രയും സമയത്തിനുള്ളിൽ അവളെ പോലീസുകാർ കണ്ടിട്ടുണ്ട്, കൺവിൻസ് ചെയ്തിട്ടുണ്ട്. കാരണം മുറിക്കകത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് സ്റ്റാൻലിയെ കാണുന്ന ആ സമയത്താണ് ഗായത്രിയുടെ ക്യാരക്ടറിൽ നമ്മൾ പേടി കാണുന്നത്. അതുവരെ ആശങ്കകളുണ്ടായിരുന്നു, അതൊരിക്കലും പേടിയല്ല. ഇവിടെ ജീവൻ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത എന്ന് പറയുന്ന ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഹോട്ടലിൽ മുറിയെടുക്കുന്നു. അവിടെ വെച്ച് അയാളെ മാനസികമായി ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാളുടെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലെ ഇരകളിൽ ഒന്നിൻ്റെ ഫോട്ടോ അയാളെ ഈ റിസപ്ഷനിലുണ്ടായിരുന്ന പിന്നീട് നമ്മൾ പോലീസുകാരനാണെന്ന് അറിയുന്ന ആൾ ഏൽപ്പിക്കുന്നത്. അത് കാണുമ്പോൾ അയാൾ ഞെട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിനായകൻ്റെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റാൻലിയെക്കുറിച്ച് അരിച്ചു പെറുക്കി അന്വേഷിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ആ ക്യാരക്ടർ ശരിക്കും ശ്രുതി രാമേന്ദ്രൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛനാണോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് അത് അല്ല, അയാൾ പോലീസുകാരൻ തന്നെയാണ് എന്നുള്ളതാണ്. ഈ ഇൻവെസ്റ്റിഗേഷനിലും അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യൽ, ഇൻട്രോഗേഷൻ എന്നൊക്കെ പറയുന്ന പരിപാടികളിൽ പോലീസുകാർ ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കും. മെൻ്റലി ബ്രേക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഈ ക്യാരക്ടർ ഭയങ്കര ഒരു ഹൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ അയാളൊന്ന് ബ്രേക്ക് ചെയ്യണം, മെൻ്റലി ബ്രേക്ക് ചെയ്ത് തുടങ്ങണം. നിന്നെ ഞങ്ങൾ ആട്ടപ്പട്ടെല്ലാം പൂട്ടി മോനെ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് ജനറേറ്റ് ചെയ്യാൻ ഈ ഫോട്ടോ കൊടുക്കൽ ആദ്യം സഹായിക്കും. അതിനുശേഷം വിനായകൻ്റെ ക്യാരക്ടറിനെ കാണുമ്പോൾ അയാൾ വീണ്ടും ഞെട്ടുന്നുണ്ട്. ആ ഞെട്ടൽ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്ന കൺഫ്യൂഷനിലാണ് അയാൾ സ്റ്റെപ്പ് കയറി തുടങ്ങുന്നത്. ആ തമിഴ് പാട്ട് കേട്ടതിന് ശേഷം താൻ പെട്ടു, തന്നിലേക്ക് എത്തി എന്നൊരു ധാരണ കിട്ടുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ അയാൾ തുറന്നു നോക്കുകയാണ്. തൻ്റെ സ്വന്തം ഡയറിയിൽ താൻ കൊന്നുകൂട്ടിയിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അതേ ഡയറിയിൽ തൻ്റെ ഫോട്ടോ റെഡ് കളറിൽ വരച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ ഇയാൾ എന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ധാരണ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് കിട്ടും. കാരണം തെളിവുകളും സാക്ഷികളും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇറങ്ങിപ്പോകാനുള്ള മാർഗ്ഗങ്ങളുണ്ട് എന്നുള്ളത് സ്റ്റാൻലി ദാസ് ഓൾറെഡി ഒരു പോലീസുകാരൻ കൂടി ആയതുകൊണ്ട് അയാൾക്ക് ഏകദേശ ധാരണയുണ്ടാവും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിന് രക്ഷപ്പെടാമെന്ന്. പക്ഷേ ഇവിടെ തന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ വിനായകൻ്റെ ക്യാരക്ടറിനെ കൊല്ലുക എന്നുള്ളതാണ്. അയാളുടെ മോഡ് ഓഫ് ഓപ്പറേഷനിൽ ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ളൊരു സ്പേസിൽ വെച്ച് പിടിക്കപ്പെടാൻ സാധ്യതയുള്ള സമയത്ത് അയാൾ ആരെയും കൊല്ലില്ല, അയാളെല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് കൊല്ലുക. പക്ഷേ ഇവിടെ വിനായകൻ്റെ ക്യാരക്ടറിനെ കൊല്ലാൻ അയാൾ തീരുമാനിക്കുന്ന അയാളുടെ ഓപ്പറേഷൻ ബ്രേക്ക് ആവുകയാണ്. അതിൻ്റെ കാരണം അയാൾക്ക് ആ ഒരു മൂഡിൽ ഈ ശ്രുതി രാമേന്ദ്രൻ്റെ ഫോട്ടോ കിട്ടി, തൻ്റെ ഒരുപാട് ഡാറ്റ കിട്ടി, തന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത്. ഇയാളെ മെൻ്റലി ബ്രേക്ക് ചെയ്തെടുക്കുകയാണ്. അവിടെ വെച്ചിട്ട് അയാൾ ശരിക്കും ഈ ഉള്ളിലെ ക്രിമിനൽ മാത്രമായിട്ട് മാറുന്നൊരു മൊമെൻ്റാണ്. അവിടെയാണ് വിനായകൻ്റെ ക്യാരക്ടർ തിരിച്ചാക്രമിക്കുന്നത്. അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നു. മമ്മൂക്കയുടെ ക്യാരക്ടറിനെ തല്ലി ഇവർ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ ഡിക്കി തുറക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ബാഗിനകത്ത് അങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറിന് അത് എത്രത്തോളം ചെയ്യാൻ പറ്റും? മാത്രമല്ല ഓൾറെഡി ടയേർഡായിരിക്കുന്ന, തല പൊട്ടി ഇത്രയും ബ്ലഡ് പോയിട്ടുള്ള ഒരാൾ
ഇങ്ങനെ ഫിസിക്കലി ഇത്ര ഫിറ്റായിട്ടുള്ളൊരു പോലീസുകാരൻ്റെ അടുത്ത് പിടിച്ചിടിച്ച് നിൽക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. അത് ജസ്റ്റ് ഒരു മമ്മൂക്ക ഫാൻസിൻ്റെ ഹൈക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിൽ വർക്ക് ചെയ്യാം എന്ന് പറയുന്നൊരു പ്രതീക്ഷ തരാൻ വേണ്ടിയിട്ടോ. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോഴത്തെ ഒരു മാർഗ്ഗം അതാണല്ലോ, എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് ഒരു ടീസ് ഇട്ട് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അവിടം വരെയും ഈ ക്യാരക്ടേഴ്സിനെ, ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻസിനെ, ഇവരുടെ ക്യാരക്ടറിൽ എല്ലാവരിലും ഇൻബിൽറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ ഒക്കെ സിനിമ വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ആരും ബ്ലാക്കും വൈറ്റും ആയിട്ടില്ല, എല്ലാം ഗ്രേ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ജയകൃഷ്ണൻ്റെ അന്വേഷണം ഏതൊക്കെ വഴി പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഈ വിനായകൻ്റെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എപ്പോഴാണോ ഈ സ്കെച്ച് വരച്ച് കിട്ടുന്നത് അതേ കോസ്റ്റ്യൂമിൽ അയാൾ രജിഷയുടെ ക്യാരക്ടറിനെ പോയി കാണുന്നുണ്ട്. അതേ കോസ്റ്റ്യൂമിൽ തന്നെ മമ്മൂക്കയുടെ ഹൈഡ് ഔട്ട് ആ ഒരു സ്പേസിലേക്ക് ഇദ്ദേഹം ചെല്ലുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും പോയി ഇപ്പം രജിഷയുടെ ദിവ്യ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ടുപോയി ഈ ഫോട്ടോ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഫോട്ടോ കാണിച്ച് ഇയാളാണോ എന്നുള്ള ചോദ്യം പോലുമില്ല, ഫോട്ടോ കാണിച്ചു, അവരുടെ എക്സ്പ്രഷൻ അവിടുന്ന് തന്നെ റീഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജയകൃഷ്ണൻ്റെ ഒരു വലിയ പ്രത്യേകത, അയാളുടെ ഡിറ്റക്റ്റീവ് സ്കില്ലിനെ കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുന്നതിൻ്റെ കാരണം അയാൾ എല്ലാ തെളിവുകളും സംഭരിക്കും. അതായത് അഡപടലം പൂട്ടാൻ വേണ്ടിയിട്ടുള്ള സകലമാന കാര്യങ്ങളും സ്വീകരിക്കും. പക്ഷേ ഇവിടെ അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്റ്റാൻലി ദാസ് എന്ന് പറയുന്നത് അയാളെ പോലും വിട്ടുകളഞ്ഞതാണ് എന്നൊക്കെ പറയുന്നത് അയാളുടെ ഈഗോനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അയാളെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള, തോൽപ്പിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നുള്ളതും അയാളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. സ്വന്തം മോളുടെ അടുത്ത് പോലും ഈ തോൽവി എന്ന് പറയുന്ന ഒരു കീവേഡ് കേൾക്കുമ്പോൾ ട്രിഗർ ആവുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ ഈ ജയകൃഷ്ണനും സ്റ്റാൻലി ദാസും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. ജയകൃഷ്ണൻ ഒരു സ്ഥലത്ത് പോലും അടുത്തൊരു പെൺകുട്ടിയുടെ ജീവൻ അവൻ അപഹരിക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെ പിടിക്കണം സാർ, മറ്റൊരു പെൺകുട്ടിയുടെ ജീവൻ കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഡയലോഗും പറഞ്ഞിട്ടില്ല. അവനെ നമുക്ക് പൂട്ടണം, അവനെ അടുത്ത ഇതിനു മുമ്പ് നമുക്ക് പൂട്ടണം, അല്ലാതെ ആരുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളതല്ല. തൻ്റെ ഒരു എതിരാളിയാണ്, ആ കേസിൽ തനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പ്രതിയാണ്, അവനെ പൂട്ടണം എന്നുള്ളതാണ് ഇയാളുടെ ആഗ്രഹം. അല്ലാതെ ഇമോഷൻസ് ഇല്ല. ഇപ്പം ഈ ജയകൃഷ്ണൻ്റെ ക്യാരക്ടർ ദിവ്യയെ ചെന്ന് കാണുമ്പോഴും ഒന്നും എവിടെയും നമുക്ക് ആ ഒരു ഇമോഷണൽ പറച്ചിലുകളില്ല. ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ്, എനിക്ക് ഈ പ്രതിയെ കിട്ടണം, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സ്റ്റാൻലി ദാസ് എത്ര കോൾഡായിട്ടാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ജയകൃഷ്ണൻ നിൽക്കുന്നത്. സ്റ്റാൻലിക്ക് ഇരയെ കൊന്നൊടുക്കുന്ന ാണ് സന്തോഷം. ജയകൃഷ്ണന് തൻ്റെ മുന്നിൽ കിട്ടിയിട്ടുള്ള കേസിനെ സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി തന്നെ ഔട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആളെ ഇല്ലാണ്ടാക്കുക. അത്രയും കോൾഡായിട്ടാണ്, അത്രയും ഇമോഷൺലെസ്സായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇവർക്കൊക്കെ ഒരുപാട് സാമ്യതകളുണ്ട്. അവിടെ അയാൾ കുഞ്ഞു കുഞ്ഞു ജീവികളെ കൊന്നു തുടങ്ങി അവിടുന്ന് വലിയ മനുഷ്യരിലേക്കൊക്കെ എത്തി അവിടെ ഹൈ കണ്ടെത്തിപ്പോയി. ഇയാളിവിടെ എലികളെ കൊന്ന് അത് തനിക്കൊരു ഹൈ തരുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് കൺട്രോൾ ചെയ്ത് ബട്ട് സ്റ്റിൽ തനിക്ക് വേണ്ടുന്ന സമയങ്ങളിൽ ഇവർ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് വെച്ച് പറഞ്ഞാൽ വിശപ്പ് വരുമ്പോൾ കൊല്ലുകയും തിന്നുകയും ചെയ്യുന്ന ആളുകളാണ്. അതും പുറത്തൊരാളെയും അറിയിക്കാതെ. ഈ തിന്നുക എന്നുള്ള വേർഡ് തന്നെ അതാണ്, പുറത്താരെയും അറിയിക്കാതെ. തിന്നു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഈ കൊന്ന പാപം തിന്നാ തീരും എന്ന് പറയുന്ന പോലെ കൊന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ടുപിടിക്കും, പക്ഷെ കൊന്നതിനെ നമ്മൾ തിന്നു കഴിഞ്ഞാൽ ആർക്കും കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ആരെയാണോ കൊന്നത് തെളിവുകളില്ലാതെ കൊല്ലുക, ഇതിനെയാണ് ഈ തിന്നുക എന്ന് പറയുന്നതായിട്ട് ഇവർ അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ കൊല്ലുകയും തിന്നുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. ജയകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ ആളുകളൊക്കെ മറ്റേ സുകുമാരക്കുറുപ്പിനെ കാണാതായി എന്ന് പറയുന്ന പോലെ എവിടെയോ വിട്ടുപോയി, ഇയാളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയി എന്ന് മാത്രമാണ് പുറം ലോകത്തിന് അറിയാവുന്നത്. അങ്ങനെയല്ല, ജയകൃഷ്ണൻ തിന്നു തീർത്തതാണ്. സ്റ്റാൻലി ദാസ് റൂമെടുത്ത ഹോട്ടലിലേക്ക് കൃത്യമായി എങ്ങനെ ജയകൃഷ്ണൻ വന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കേരള പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റാൻലി ദാസിൻ്റെ പേരിലാണ്. ഒരു പയ്യൻ ഒരു പോസ്റ്റർ കണ്ടിട്ട് പോലീസിനെ വിളിക്കുന്നതും വിനായകൻ ഫോൺ എടുത്ത് എത്തിയോ എന്നാൽ ഞാൻ വേഗം വരാം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാനിവിടെ ഒരു പയ്യനോട് വന്ന് ചോദിച്ചിരുന്നു ഇവിടെ ID കാർഡിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് സ്റ്റാൻലി ദാസ് പറയുമ്പോൾ ഇയാൾ തലേന്ന് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഈ പോസ്റ്ററുകളിൽ എന്തെങ്കിലും ഒന്ന് ഈ ഹോട്ടലിലെ പയ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ തലേ ദിവസം അവിടെ വന്ന് റൂമിൻ്റെ കാര്യം അന്വേഷിച്ച് പോകുന്നത് മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പറഞ്ഞിട്ടും വിനായകൻ്റെ ക്യാരക്ടർ ഇത് അറിയാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല സ്റ്റാൻലി ദാസാണ് കൊലപാതകി എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇവർ സ്റ്റാൻലി ദാസിൻ്റെ എല്ലാ നീക്കങ്ങളും ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്ത് തന്നെയായിരിക്കും ഗായത്രി സുരേഷിൻ്റെ ആ ക്യാരക്ടറിലേക്ക് എത്തിയിട്ടും ഉണ്ടാവുക. അപ്പോൾ ഈ ലോഡ്ജ് ഇന്നതാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവിടെ താൻ ആകസ്മികമായി എത്തിയതാണ് എന്നുള്ളത് അത് അവരുടെ ഒരു അഭിനയമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്രില്യൻസ് ഇരിക്കുന്നത് സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ആ പ്രതിയുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കഥ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ഓൾറെഡി വല്ലാത്തൊരു കഥയിൽ വന്നു, അല്ലാതെ പത്രങ്ങളിലും മാസികകളിലൊക്കെ വന്ന് നമ്മളൊക്കെ കണ്ടും കേട്ടും അറിയാവുന്നൊരു കഥയാണ്. ആ കഥയിൽ എന്ത് ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ വില്ലൻ ക്യാരക്ടറിനെ ഒരു പോലീസ് ആക്കിയാലോ എന്നുള്ള അവരുടെ ചിന്തയുണ്ടല്ലോ, അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവായിരുന്നു. രണ്ട്,
ഇതിൻ്റെ എഡിറ്റിങ്ങിലിരിക്കുന്ന ബ്രില്യൻസ് ആണ്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കാണിച്ച് ഇത്രയും എരകളുണ്ടെന്നും അവരുടെ അടുത്തൊക്കെ എടുത്തിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ, എന്നാൽ ഇത്രയും ആളുകളുടെ ജീവിതത്തിൽ ഇയാൾ എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. മൂന്നാമത്തെ കാര്യം, ഇതിലെ പാട്ടുകൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന പാട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു പെർട്ടിക്കുലർ പാട്ട് ഈ പറയുന്ന കൊലപാതകവുമായി അസോസിയേറ്റ് ചെയ്ത് ചിന്തിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ ഇളയരാജയുടെ പാട്ടുകൾ എന്ന് പറയുന്ന പോലെ അങ്ങനെ വിചാരിക്കുമല്ലോ. പക്ഷേ നമുക്ക് നമ്മുടേതായ പാട്ടുകൾ ഉണ്ടാക്കാം എന്നുള്ള അവരുടെ തീരുമാനം, അതിനെ ഈ കാലഘട്ടവും കൾച്ചറുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അവർക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. പിന്നെ ഓരോന്നിനും പ്രേക്ഷകന് ഉത്തരം കൊടുത്തു. ഇയാൾക്ക് എങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടി, നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇയാൾ കൊന്നത്, അതിനൊരു ധാരണ തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ വിശ്വസിക്കുമോ എന്നുള്ളതിന് കൃത്യമായ ധാരണകൾ തന്ന് അങ്ങനെ എല്ലാ ലൂപ്പ് ഹോളുകളും ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ തിരക്കഥ അവർ ഒരുക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമ കാണുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, വിനായകൻ്റെ ക്യാരക്ടറിന് എന്തുകൊണ്ട് കുറച്ചും കൂടി നേരത്തെ ഇയാളിലേക്ക് ഫോക്കസ് ചെയ്തുകൂടാ? കാര്യം പലയിടങ്ങളിലും ഈ സ്റ്റാൻലി ദാസ് എന്ന് പറയുന്ന പേര് ഇവിടെ ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടർ ഈ പറയുന്ന പ്രതിയോട് ചേർന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ച് വേണമെങ്കിലും വിനായകന് മമ്മൂക്കയെ സംശയിച്ചുകൂടായിരുന്നു എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിനായകനെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അയാളുടെ ഡിറ്റക്റ്റീവ് എബിലിറ്റിയെക്കുറിച്ചൊക്കെ മേലുദ്യോഗസ്ഥൻ പുകഴ്ത്തി പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അയാൾക്ക് സംശയം ഇല്ലാണ്ടൊന്നുമില്ല. ചില സമയങ്ങളിൽ വിനായകൻ്റെ ക്യാരക്ടർ, ആ നിപ്പ്, നോട്ടം, അതിലൊക്കെ അയാൾ റീഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇയാളൊരു പ്രത്യേകത, ഇയാളെ നത്തെന്ന് വിളിക്കുന്നതിലെ കാരണങ്ങളിൽ ഒന്ന്, ഇയാളിങ്ങനെ പതിയിരുന്ന് കാത്തിരുന്ന് ഈ പിടിക്കുക എന്നുള്ളതാണ്. അതായത് ചാടിക്കേറിയ ഒരു തീരുമാനത്തിലെത്തുക, അല്ലെങ്കിൽ ഇമോഷൻ്റെ പുറത്ത് ഇത്രയും പെൺകുട്ടികളൊക്കെ കടത്തിക്കൊണ്ടുപോയി അവനെ പിടിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഇമോഷനൊന്നും അയാൾക്കില്ല. അയാൾക്ക് കൃത്യമായ തെളിവുകളോടുകൂടി പ്രതിയെ പിടിക്കുക എന്നുള്ളതാണ്. മണിയിലേക്ക് ഈ അന്വേഷണം എത്തുന്ന സമയത്തും അയാൾ മണിയെ കാണാതാവുന്ന സമയത്തും അയാൾ മണിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. മണിയല്ല പ്രതി എന്ന് മനസ്സിലാവുന്ന സമയത്തും അയാൾ മണിയിലേക്ക് പോകുന്നുണ്ട്. കാരണം അയാൾക്ക് പഴുതടച്ച് ഒരു റിസൾട്ടിലേക്ക് വരണം. ഏറ്റവും ലാസ്റ്റ് സ്റ്റാൻലി ആണ് പ്രതി എന്ന് അറിയുമ്പോഴും അയാൾ മണിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്കാണ് ഈ കേസും കാര്യങ്ങളും കാണുമ്പോൾ ഇതിനകത്തൊരു ഇമോഷൻ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളൊക്കെയും അങ്ങനെയാണ്. ഇമോഷൻ്റെ പുറത്ത് കേസ് അന്വേഷിക്കുക, പ്രതിയെ പിടിക്കുക, ആക്രമണം അഴിച്ചുവിടുക എന്ന് പറയുന്ന. പക്ഷേ ഇവിടെ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അയാൾ നിന്ന് നിദാനമായി കൃത്യമായ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം പ്രതിയെ അട്ടപടലം പൂട്ടുക എന്നുള്ളതാണ് അയാളുടെ ഒരു രീതി. അപ്പോൾ സ്റ്റാൻലി അയാൾക്ക് സംശയം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ മുന്നിൽ കിട്ടുന്ന എല്ലാ തെളിവുകളെയും അയാൾ പരിഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊരു കുറവായി പറയാൻ പറ്റില്ല. എന്നാൽ പോലും ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു, ഇവർ മൊബൈൽ നമ്പർ മാറുന്നു എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് വരുന്നു, ഈ ഫോൺ നമ്പറുകളുടെ IMEI വെച്ചുകൊണ്ട് അത് ഏത് ഷോപ്പിൽ നിന്ന് സെല്ലായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് ചെക്ക് ചെയ്തുകൂടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതിലേക്ക് അവർ എത്തുന്നുണ്ടെങ്കിലും അതിന് കുറച്ച് ലേറ്റായി പോയില്ലേ എന്ന് പറയുന്നൊരു ചോദ്യമൊക്കെ സിനിമ കാണുന്ന സമയത്ത് തോന്നി. പക്ഷേ ജയകൃഷ്ണൻ്റെ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഒറ്റ വഴി മാത്രം എടുത്തിട്ട് ആ വഴി പോകാമെന്നുള്ളതല്ല, കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ആ പ്രതിയിലേക്ക് എത്തുക എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമ, ബ്രില്യൻ്റായി എഴുതപ്പെട്ടിട്ടുള്ള ഗംഭീര പെർഫോമൻസുകളുള്ള ഗംഭീര ടെക്നിക്കൽ സൈഡുള്ള ഒരു സിനിമ, അത് കണ്ടതിൻ്റെ ഒരു ആഹ്ലാദം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും നിങ്ങൾക്ക് തീരാത്ത സംശയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻസ് ചെയ്യുമ്പോഴേ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ചില സമയത്ത്, വളരെ കുറച്ച് സമയത്ത് ഒരു സങ്കടം തോന്നാറുണ്ട്. കാരണം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ എക്സ്പ്ലെയിൻ ചെയ്തതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ബോക്സിൽ ചോദ്യം വരും, അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ട്. വീഡിയോ മുഴുവൻ നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇത്രയും കേട്ടിട്ടും ക്ലിയർ ആവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.